വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം നല്ലപോലെ തോർത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്ത് വെച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പാത്രത്തിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം കുറച്ച് ടൈം എടുക്കും. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് ഞാൻ കുക്കറിനകത്താണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുക്കറിനകത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചോളയെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും അതുപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 1-2 വിസിൽ മതി ഇത് വേകാൻ. അപ്പോൾ അത് പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 വിസിൽ വരെ കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും. നല്ല തിന്നായിട്ടുള്ള ചുളയല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവുന്ന സമയത്തിന് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിനകത്ത് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു 3-4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരി കിട്ടുകയാണെങ്കിൽ കാന്താരി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നൊരു ടേസ്റ്റ് വരും. അപ്പോൾ 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ 3-4 വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പം ഒരു ചെറിയ ടേപ്പ് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 വെളുത്തുള്ളി എടുത്താൽ മതി. തീരെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ജീരകം വേണം, കുറച്ചൊരു നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. 10-15 കുരുമുളകും കൂടി എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പം നമ്മളിത് ഇത്രയും ചക്കയുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കാണത്തുള്ളൂ. അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് എരിവ് ചേർത്താൽ മതി. അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ നല്ലപോലെ ക്രഷ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 വിസിലൊക്കെ ആയിട്ടുണ്ട്. നമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിതുപോലെ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉണ്ടോ? ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഈ അരപ്പൊന്ന് വേകുന്നതിനായിട്ട് നമുക്കിത് കുക്കറിൻ്റെ കവറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ അരപ്പ് വേകുന്നതിനായിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ചക്കയിൽ നല്ലപോലെ നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ സ്മാഷറൊക്കെ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ തവി വെച്ചിട്ട് ആദ്യം ഒന്ന് ഉടച്ചെടുക്കുക. തവി വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക ചക്ക. ഇനി ഞാനൊരു പൊട്ടറ്റോ സ്മാഷർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തപ്പം പെട്ടെന്ന് തന്നെ ഇത് നല്ലപോലെ ഉടഞ്ഞു കിട്ടി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം. കുറച്ച് നേരം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നാലും പച്ച വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് കടുക് വറുത്തും ഇതിനകത്ത് ഇടാവുന്നതാണ്. ഉള്ളിയും പച്ചമുളകും ഒക്കെ കടുക് വറുത്ത് കറിവേപ്പിലയൊക്കെ കടുക് വറുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ
അതും കൂടി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മീനിൻ്റെ കൂടെയും അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചും കഴിക്കാവുന്നതാണ്. പിന്നെ കടുമാങ്ങ അങ്ങനെയൊക്കെയുള്ള സൈഡ് ഡിഷിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒന്നാണ് ഈ ചക്ക വേവിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല വിളഞ്ഞ ചക്കയാണെങ്കിൽ ഇതിനെക്കാട്ടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.